Good morning, my dear students. Today our topic emerging trends in banking. Then there is innovative techniques in banking areas. Then such as social banking, high-tech banking, offshore banking, banking ombudsman scheme, prudential norms on asset classification, and capital adequacy norms. These are called as innovations in banking. അതായത് ഇപ്പം നമുക്കറിയാം 1969 കാലഘട്ടങ്ങളിലെ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് വല്ലാത്തൊരു മാറ്റം ബാങ്കിങ് ഫീൽഡ് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന എല്ലാ ടെക്നിക്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ദാറ്റ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. ഇത് കൂടാതെ തന്നെ ബാങ്കിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപാട് ഇന്നവേറ്റീവ് ടെക്നിക്സ് ബാങ്കിങ് ഏരിയാസിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ബാങ്കിങ്, അതായത് നമ്മൾ പറയുന്നുണ്ട് പ്രൊഡക്റ്റീവ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സേവനങ്ങൾ ബാങ്കിങ് മേഖലയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം മേഖലകൾ നമ്മൾ ഈ പറയുന്നതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് ബാങ്കിങ് ഫീൽഡിൽ തന്നെ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്ന് പറയുന്ന ഓർഡിനറി ഓർ ട്രഡീഷണൽ ഫങ്ഷൻസ് ഒഴികെ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ബാങ്കിങ് ഏരിയകളിൽ ചെയ്യാനുണ്ട്. അപ്പം ഇങ്ങനെ 1969 ശേഷമുള്ള കാലഘട്ടങ്ങളിലെ നമ്മൾ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക. ആ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്നവേഷൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇന്നവേഷൻസ് ഇൻ ബാങ്കിങ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. ബാങ്കിങ് ഫീൽഡിൽ കാണാവുന്ന പുതിയ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള എമർജിങ് ട്രെൻഡ്സിനെ എന്തൊക്കെയാണ് ബാങ്കിങ്ങിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇന്നവേഷൻസ് ഇൻ ബാങ്കിങ് എന്ന് പറയുന്നത് സച്ച് ആസ് സോഷ്യൽ ബാങ്കിങ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ഹൈടെക് ബാങ്കിങ്, ആൻഡ് തേർഡ് വൺ ഈസ് ഓഫ്ഷോർ ബാങ്കിങ്, then fourth one is banking ombudsman scheme and prudential norms on the asset classification and the capital adequacy norms. These are the innovations in banking. Then first point is social banking. Social banking means banking policy to meet the socio-economic obligations of the country. Social banking means banking policy to meet the socio-economic obligation of the country. നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഒബ്ലിഗേഷൻസ് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ബാങ്കിങ് പോളിസിയാണ് നമ്മൾ എന്താ പറയുക, സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് allocation of credit according to the requirement of planned economic development of the country and reduction of regional disparities to achieve balanced regional development. രണ്ട് പോയിൻറ്റ്സ് ആണ് അവിടെ പറയുന്നത്. ദറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് അലോക്കേഷൻ ഓഫ് ക്രെഡിറ്റ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്തണം. അതേസമയം തന്നെ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക ബാലൻസ്ഡ്, തുലനം, അതായത് ഇക്വാലിറ്റി. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അർബൻ ഏരിയയും റൂറൽ ഏരിയയും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ, ഡിസ്പാരിറ്റീസ് ഇല്ലാതെ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് റീജിയണൽ, അവിടെ പറയുന്ന ബാലൻസ്ഡ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ലിഗേഷൻസ് ഓഫ് സോഷ്യോ എക്കണോമിക് പോളിസി. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സോഷ്യൽ ബാങ്കിങ്. അവിടെ ഒരു ഇന്നവേറ്റീവ് ടേം വരുന്നുണ്ട് അല്ലേ. ആ ഇന്നവേറ്റീവ് ടേം എന്ന് പറഞ്ഞാൽ എന്താ, സോഷ്യൽ ബാങ്കിങ്. നമ്മൾ ചെയ്യുന്ന ട്രഡീഷണൽ ടെക്നിക്സിന് ഉപരിയായിട്ട്, അതായത് ബാങ്കുകൾ സാധാരണ ചെയ്യുന്നത് എന്താ, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോൺ കൊടുക്കുക. ഈ രണ്ട് സർവീസസാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷണൽ കോൺസെപ്റ്റിലെ ബാങ്കിങ് എന്ന് പറയുന്നത്, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ദെൻ അതുമാത്രമല്ല ബാങ്കുകൾ ചെയ്യേണ്ടത്, ബാങ്ക് ചെയ്യുന്ന വളരെ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എക്കണോമിക് ഫീൽഡ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഒരു ഇന്ത്യൻ എക്കോണമിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ട റോള് തന്നെ ബാങ്കുകൾക്കുണ്ട്. ദെൻ അത് നേടിയെടുക്കാൻ വൺ ഓഫ് ദി പോളിസി അഡോപ്റ്റഡ് ബൈ ദ ബാങ്ക് ഈസ് കോൾഡ് ആസ് സോഷ്യൽ ബാങ്കിങ്. കണ്ടോ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ സൊസൈറ്റിയോട് ഇഴകിച്ചേർന്ന് സൊസൈറ്റിയുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവിടേക്കുള്ള സേവനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം, സോഷ്യോ എക്കണോമിക് പോളിസിയുടെ ഉദ്ദേശം. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, വാട്ട് ഈസ് മെൻ ബൈ സോഷ്യൽ ബാങ്കിങ്? Social banking means banking policy. Social banking means it is a banking policy to meet the socio-economic obligation of the country. കണ്ടോ, to meet the socio-economic obligation of a country. സോഷ്യൽ വെൽഫെയർ വേണം. സൊസൈറ്റിയിലുള്ള ആളുകളൊക്കെ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്
ഹൈലൈറ്റ് ചെയ്യണം. എല്ലാവരും വളരെ നല്ല രീതിയിൽ ജീവിക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് അവരെ എക്കണോമിക് സിറ്റുവേഷനെ നമ്മൾ മാറ്റിയെടുക്കണം. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഒരു രാജ്യത്തിൻ്റെ മെയിൻ ഒബ്ലിഗേഷനാണ് ആ രാജ്യത്തുള്ള ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ഈ കോൺസെപ്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് ബാങ്കുകൾ ചെയ്യുന്ന എന്താണ്, സോഷ്യൽ ബാങ്കിങ് മീൻസ് ടു അഡോപ്റ്റ് എ ബാങ്കിങ് പോളിസി. അവരൊരു പുതിയ പോളിസി ക്രിയേറ്റ് ചെയ്യാണ്. ആ പോളിസി എന്താണ്, ടു മീറ്റ് ദ സോഷ്യോ എക്കണോമിക് ഒബ്ലിഗേഷൻ ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതിൽ നമ്മൾ മെയിൻ ചെയ്യുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് അലോക്കേഷൻ ഓഫ് ക്രെഡിറ്റ് ടു അക്കോർഡിംഗ് ടു റിക്വയർമെൻറ്റ് ഓഫ് പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ ചെയ്യുന്ന പോയിൻ്റ് എന്താ, ബാങ്കിങ്ങിൽ അലോക്കേഷൻ ഓഫ് ഫിനാൻസ് അല്ലെ, അലോക്കേഷൻ ഓഫ് ക്രെഡിറ്റ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരുപാട് ലോൺസ് കൊടുക്കണം, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് കൊടുക്കണം, സ്മോൾ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് കൊടുക്കണം, കോട്ടേജ് ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യണം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് പ്രൊവൈഡ് ചെയ്യണം. ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുക. ദെൻ അലോക്കേഷൻ ഓഫ് ഫിനാൻസ് ഫോർ ദി പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് റിഡക്ഷൻ ഓഫ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. അതായത് അവിടെയുള്ള ആളുകളൊക്കെ വളരെ നന്നായിട്ട് ജീവിക്കുന്നു, ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ മോശമായിട്ട് ജീവിക്കുന്നു, റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എന്ന് പറയുന്ന ഡിസ്പാരിറ്റി ഒന്നും പാടില്ല. അതൊരു രാജ്യത്തിൻ്റെ ഒരു ഒബ്ലിഗേഷനാണ്. അപ്പോൾ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇല്ലാതെ ഒരേപോലെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ദെൻ വാട്ട് ആർ ദി സോഷ്യൽ ബാങ്കിങ്ങിലെ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി സ്കീംസ് അഡോപ്റ്റഡ് ഇൻ സോഷ്യൽ ബാങ്ക് കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാട്ട് ആർ ദി സ്കീംസ് അഡോപ്റ്റഡ് ഇൻ സോഷ്യൽ ബാങ്ക്. അപ്പോൾ സോഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിങ് പോളിസിയാണ്. സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ അതൊരു ബാങ്കിങ് പോളിസിയാണ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് ഒബ്ലിഗേഷൻ ഓഫ് എ കൺട്രി. Then what are the different types of approaches in social banking? ഏതൊക്കെ തരത്തിലുള്ള അപ്രോച്ചസ് ആണ് സോഷ്യൽ ബാങ്കിങ്ങിൽ ഉണ്ടാവുക? Then first one is the lead bank scheme. Second one is the village adoption scheme. Third one is service area approach. And fourth one is differential rate of interest scheme. ഞാൻ ഒന്നുകൂടെ പറയാം. The lead bank scheme. First one is lead bank scheme. Second one is village adoption scheme. VAS, village adoption scheme. And third one is service area approach. SAA, service area approach. And fourth one is differential rate of interest scheme. These are the different programs arranged in social banking. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, സോഷ്യൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അതൊരു പോളിസിയാണെന്നും ഈ സോഷ്യൽ ബാങ്കിങ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് ഏതൊക്കെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ലീഡ് ബാങ്ക് സ്കീം, സെക്കൻഡ് വൺ ഈസ് വില്ലേജ് അഡോപ്ഷൻ സ്കീം, തേർഡ് വൺ ഈസ് സർവീസ് ഏരിയ അപ്രോച്ച് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം. അപ്പോൾ ആ 4 സ്കീം ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ലീഡ് ബാങ്ക് സ്കീം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. What is meant by lead bank scheme? അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. The lead bank scheme is a scheme that aims at providing adequate banking and credit in rural areas through a service area approach with one bank assigned for one area. Again, the lead bank scheme is a scheme that aims at providing adequate banking and credit in rural areas through a service area approach with one bank assigned for one area. ഇവിടെ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലീഡർ ഉണ്ട് ബാങ്കിങ്ങിൽ അല്ലേ, അതാണ് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. അത് ലീഡ് ബാങ്ക് സ്കീമിലെ ഒരു ലീഡർ ഉണ്ട്. ആ ലീഡർ എന്ന് പറയുമ്പോൾ ആ ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ലീഡർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും, ഈ ബാങ്കിങ് സെക്ടറിലെ ലീഡറിനെയാണ് നമ്മൾ എന്താ പറയുക. അപ്പോൾ നമ്മൾ പറയുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ലീഡേഴ്സ് ഉണ്ടായിരിക്കും. അതൊന്ന് കനറ ബാങ്ക്, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ കനറ ബാങ്കാണ് ഇവിടുത്തെ ലീഡ് ബാങ്ക് എന്ന് പറയുന്നത്. കനറ ബാങ്കാണ് ലീഡ് ബാങ്ക്. അതായത് ഓരോ ബാങ്കുകളെയും നമ്മൾ അലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്ട്, അതേപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റുകളെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്
ആ ഏരിയകളിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഓരോ ബാങ്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആ ബാങ്കുകൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ആ ബാങ്കുകളിലെ എല്ലാ പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലേ. അതായത് അവിടെ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഈസ് മെന്റ് ബൈ ലീഡ് ബാങ്ക് സ്കീം. ദ ലീഡ് ബാങ്ക് സ്കീം ഈസ് എ സ്കീം ദാറ്റ് എയിംസ് അറ്റ് പ്രൊവൈഡിങ് adequate banking and credit in rural areas through a service area approach. ഒരു സർവീസ് ഏരിയ അപ്രോച്ച് കൂടെ. അപ്പോൾ നമുക്ക് മനസ്സിലാവാം, നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, നമ്മുടെ ഈ ലോക്കൽ ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കേണ്ടേ അല്ലേ. എവിടേക്കാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടേ, അപ്പോൾ എന്തൊക്കെ പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കണം, ഇതൊക്കെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു ബാങ്കിനെ ചുമതലപ്പെടുത്താം. അത്രയേ ഉള്ളൂ ഏത് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. ഒരു ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു ലീഡർ ഉണ്ടായിരിക്കണം ബാങ്കിങ് സെക്ടറിൽ. ഇപ്പോൾ ഞാൻ പറയുന്നു തൃശ്ശൂർ കനറ ബാങ്കിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കനറ ബാങ്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ. റൂറൽ ഏരിയ അപ്രോച്ചിന് എന്തൊക്കെ പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ട്, ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്, ഇതൊക്കെ പദ്ധതികൾ ആലോചിച്ച് അത് ക്രിയേറ്റ് ചെയ്യാൻ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ദെൻ അവിടുത്തെ ഒരു ലീഡ് ബാങ്കാണ് അത് ചെയ്യുക. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ലീഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ കനറ ബാങ്കാണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾ ആലോചിച്ചാൽ മതി അത് അല്ലേ. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമാവും. അപ്പോൾ ദെൻ അണ്ടർ ദി സ്കീം നോക്കാം. ദ ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ഇൻ ഡിസംബർ 1969. 1969 ഈ ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ഗാഡ്ഗിൽ കമ്മിറ്റി ഓർ ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ് അപ്പോയിൻറ്റഡ് ബൈ ദ നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ. ദ ബേസിക് ഐഡിയ ഓഫ് ദി സ്കീം വാസ് ടു ഹാവ് ആൻ ഏരിയ അപ്രോച്ച് ഫോർ ടാർഗറ്റഡ് ആൻഡ് ഫോക്കസ്ഡ് ബാങ്കിങ്. Under this scheme, each district has been assigned to different banks in public sector and private sector to act as a consortium leader to coordinate the effort of the banks, particularly in matters like branch expansion and credit planning. അതായത് ശരിക്കും ബാങ്കിങ് ഫെസിലിറ്റീസ് ഇന്ന ഏരിയകളിലൊക്കെ നമുക്ക് കിട്ടണോ എന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് എക്സ്പാൻഷൻ, നിലവിലുള്ള ബ്രാഞ്ചുകളിലേക്കാളും കൂടുതൽ ബ്രാഞ്ചുകൾ നമുക്ക് തുടങ്ങേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആഡ് ചെയ്യപ്പെടേണ്ടതുണ്ടോ, ഇതൊക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ്. കണ്ടോ. അപ്പോൾ ദെൻ അതിനെയാണ് നമ്മൾ എന്താ പറയുക ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. അതിനൊരു ലീഡറെ ചുമതലപ്പെടുത്തുക. Then all the districts in the country were allotted among public sector banks and a few private sector banks. During 1773, district consultative committee were constituted to facilitate the coordination of all activities, banks and financial institution and government department other. A district credit plan was also formulated. ഓരോ ഡിസ്ട്രിക്റ്റിനും ഇന്ന പദ്ധതികളാണ് നൽകേണ്ടത് എന്നുകൂടെ ആ ഒരു കൗൺസിലിൽ തീരുമാനമെടുക്കേണ്ടായി. ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലീഡ് ബാങ്ക് സ്കീം എന്താണെന്ന് മനസ്സിലായില്ലേ. ആ ഒരു പബ്ലിക് സെക്ടറിൽ നിന്നോ എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നോ ബാങ്കുകൾക്ക് എന്ത് കൊടുക്കുകയാണ്, ആ ഏരിയ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ഇന്ന ഡിസ്ട്രിക്റ്റിലോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഒരു ലീഡറെ അപ്പോയിൻറ്റ് ചെയ്യുക. ദെൻ ആ ഒരു ബാങ്കിങ് സ്കീമിനെയാണ് നമ്മൾ പറയുക ലീഡ് ബാങ്ക് സ്കീം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം എന്തിനായിരിക്കും 1969 ഇങ്ങനൊരു കമ്മിറ്റി കൂടി ചേർന്നുകൊണ്ട് ഒരു ലീഡ് ബാങ്ക് സ്കീം കൊണ്ടുവരാനായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഈസ് ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ദറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഇറാഡിക്കേഷൻ എന്താ? ഇറാഡിക്കേഷൻ ഉന്മൂലനം ചെയ്യുക എന്നൊക്കെ പറയും, ഇല്ലാതെയാക്കുക. ദറ്റ് ഈസ് ഇറാഡിക്കേഷൻ. ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അതായത് ഒരുപാട് പേർക്ക് തൊഴിലില്ലായ്മയെ ഇല്ലാതെയാക്കുക. അതാണ് ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻ്റ് അല്ല, ദെൻ അവിടെ ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം എന്താ? അതില്ലാതെയാക്കുക എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ പറഞ്ഞാൽ മതി. ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് തൊഴിലവസരങ്ങൾ ജനങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് വൺ ഈസ് അപ്രീസിയബിൾ റൈസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പുവർ പീപ്പിൾ. പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് അപ്രീസിയബിൾ റൈസ് ഇൻ ദ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് എ പീപ്പിൾ.
Third point is provision of some of the basic needs of the people who belong to the poor section of the society. To fulfill the basic needs of the poor people അല്ലെങ്കിൽ poor section of the society. അപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ ആലോചിക്കാനുള്ളത്. ഒന്ന്, ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ അണ്ടർ എംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയെ ഇല്ലാതെയാക്കുക എന്ന് പറയുമ്പോൾ ഫോർ ക്രിയേറ്റിംഗ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. വെറുതെ ഒന്നും നമ്മൾ എന്ത് തുടങ്ങില്ല, ഒരു പദ്ധതി ആവിഷ്കരിക്കില്ല. അവിടെ ഒരു ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിൻ്റെ കാര്യങ്ങൾ ഇന്ന ഏരിയയിലെ ബാങ്കുകളെ നോക്കാനായിട്ട് ഇന്ന ബാങ്കിനെ ചുമതലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ കനറ ബാങ്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മറ്റുള്ള ബാങ്കുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ലീഡർ വന്നു. ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ടു ഇൻക്രീസ് ദ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ദ പുവർ പീപ്പിൾ ആണ്. ടു ഇൻക്രീസ് ദ ലിവിങ് സ്റ്റാൻഡേർഡ്, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി കൊടുക്കുക. ദെൻ അതിൽ പ്രൊവിഷൻ ഓഫ് സം ബേസിക് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഹു ബിലോങ്സ് ടു പുവർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ദെൻ അവിടെ പ്രൊവിഷൻ ഓഫ് സം ഓഫ് ദ ബേസിക് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഹു ബിലോങ്സ് ടു പുവർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. താഴെയുള്ള ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി കൊടുക്കുക. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്, ഇതാണ് ഇവിടെ സോഷ്യോ എക്കണോമിക് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഹെഡിങ്, നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓർ ഡ്യൂട്ടീസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം. ഒരു ലീഡിംഗ് ബാങ്കർ ചെയ്യേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം? ദെൻ first point is to survey potential for banking development in a district. First point is to survey potential for banking development in the district. Second point is to analyze the availability of infrastructure facilities in the country. Then third one is to coordinate the activities of commercial banks to cooperative banks and other financial institutions in the district to achieve economic development. അപ്പോൾ ഓരോ പോയിന്റുകളും നമുക്ക് നോക്കി പഠിക്കാം. What are the important duties and functions of lead bank? First one, to survey potential for banking development in the district. ഒരു സർവേ കണ്ടക്ട് ചെയ്തുകൊണ്ട് ടു സർവേ ദ പൊട്ടൻഷ്യൽ ഫോർ ബാങ്കിങ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ്. ആ ഏരിയയിൽ എത്രമാത്രം ബാങ്കിങ് ഫെസിലിറ്റീസ് കൂടെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു സർവേ നടത്തി അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Second one is to analyze the availability of infrastructure facilities in the district. To analyze the availability of infrastructure facilities in the district. ആ ഡിസ്ട്രിക്റ്റിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക. അതായത് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ലേ, ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ബേസിക് ആയിട്ട് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഫസ്റ്റ് വൺ ഈസ് ടു സർവേ പൊട്ടൻഷ്യൽ ഓഫ് ബാങ്കിങ് ഡെവലപ്മെൻറ്റ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് മതിയായിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് ഇല്ലേ എന്ന് സർവേ നടത്തിക്കൊണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ടു അനലൈസ് ദ അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻ ദ ഡിസ്ട്രിക്ട്. മതിയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുക. ആൻഡ് ടു കോർഡിനേറ്റ് ദ ഓൾ കമേഴ്സ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അതർ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഡിസ്ട്രിക്ട് ടു അച്ചീവ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ശരിയായിട്ടുള്ള രീതിയിൽ കമേഴ്സ്യൽ ബാങ്കുകളോ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സുകളോ അതും അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകളുടെയൊക്കെ ആക്ടിവിറ്റീസിനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. ഇതെല്ലാം ലീഡ് ചെയ്യപ്പെടുന്നത് ഏതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് ആലോചിക്കണം. അതെല്ലാം ലീഡ് ചെയ്യപ്പെടുന്ന ഏത് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്? എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് കമേഴ്സ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആൻഡ് അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഡിസ്ട്രിക്ട് ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. Then fourth point is to survey the number of industrial and commercial units that depend entirely on money lenders and do not have any bank account. To survey the number of industrial and commercial units that depend entirely on money lenders and do not have any bank account. ചില റൂറൽ ഏരിയയിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഇവർ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഈ ബാങ്കുകൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടാവുക?
മണി ലെൻഡേഴ്സിനെയോ ഇൻഡിജിനസ് ബാങ്കേഴ്സിനെയൊക്കെ ആവും ഡിപ്പെൻഡ് ചെയ്യേണ്ടാവുക. ശരിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടു സർവേ ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ യൂണിറ്റ് ദാറ്റ് ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ മണി ലെൻഡേഴ്സ് ആൻഡ് ഡു നോട്ട് ഹാവ് എനി ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, ഇവരൊക്കെ ഇത് ചെയ്യുന്നുണ്ടായിരിക്കാം. സർവേ ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ യൂണിറ്റ് ദാറ്റ് ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ മണി ലെൻഡേഴ്സ് ആൻഡ് ഡു നോട്ട് ഹാവ് എനി ബാങ്ക് അക്കൗണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഈസ് to recruit and train necessary personnel for guidance of small borrowers. അവിടെ പറയുന്നത് to recruit and train necessary personnel for guidance of small borrowers. അങ്ങനെയാണെങ്കിൽ to recruit and train necessary personnel for guidance for small borrowers. The next point is to maintain contact and liaison between with the government and quasi government agencies. പിന്നെ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ to maintain കോണ്ടാക്ട് ആൻഡ് ലൈസൺ വിത്ത് ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റുമായിട്ട് ഒരു മധ്യസ്ഥതയിൽ, അതായത് ലൈസൺ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ദ ക്വാസി ഗവൺമെൻറ് ഏജൻസീസ്, ഗവൺമെൻറ്റുമായിട്ടോ ക്വാസി അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദി പോയിന്റ്. ടു മെയിൻറ്റെയിൻ കോണ്ടാക്ട് ആൻഡ് ലൈസൺ വിത്ത് ദ ഗവൺമെൻറ് ആൻഡ് ക്വാസി ഗവൺമെൻറ് ഏജൻസീസ്. ദെൻ സെവൻത്ത് പോയിന്റ് ഈസ് to find out banking facilities for deposit mobilization and credit extension. അതായത് ഒന്നുകൂടെ ടു ഫൈൻഡ് ഔട്ട് ബാങ്കിങ് ഫെസിലിറ്റീസ് ഫോർ എങ്ങനെയായിരിക്കും നമുക്ക് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലേ? എങ്ങനെയാണ് നമുക്ക് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. ദെൻ ടു ഫൈൻഡ് ഔട്ട് ബാങ്കിങ് ഫെസിലിറ്റീസ് ഫോർ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ആൻഡ് ക്രെഡിറ്റ് എക്സ്റ്റൻഷൻ. The last point is to help the district consultative committee to solve any problem they face. To help the district consultative committee to solve any problems they face. These are the important functions of lead bank. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ലീഡ് ബാങ്കർക്ക് നമ്മൾ ആ ഏരിയ ഡെവലപ്പ് ചെയ്യാനുള്ള ഡ്യൂട്ടി കൊടുത്തു. വാട്ട് ആർ ദി ഫങ്ഷൻസ്? To survey the potential for banking development in the district. Second point, to analyze the availability of infrastructure facilities in the district. Then third point is to coordinate the activities of commercial bank, cooperative banks and other financial institutions in the field of in the district to achieve economic development. Then fourth point is to survey the number of industrial and commercial units that depend entirely on money lenders which have no bank account. The next point is to recruit and train necessary personnel for guidance of small borrowers. The next one, to maintain contact and liaison with the government and quasi-government agencies. Seventh point is to find out banking facilities for deposit mobilization and credit extension. To help the district consultative committee to solve any problems. These are the important functions of lead bank. Then the scheme should enjoy some benefits. From the very beginning there were an inadequate understanding, the even misunderstanding about the scope and objective of the scheme. The Banking Commission in 1972 found that the lead bank were not properly equipped to conduct the techno-economic survey of the district allotted to them. There were no proper coordination between various agencies. Hence lead bank scheme was considered to be failure. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ ഒരു 1972 നോക്കി കഴിഞ്ഞപ്പോൾ അത്രമാത്രം സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല ലീഡ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ അതൊന്നുകൂടെ ഏകീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഗം എന്താണ്? എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്ങിലെ ഫസ്റ്റ് അപ്രോച്ചാണ് ഇത് സോഷ്യൽ ബാങ്കിങ്. സോഷ്യൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ബാങ്കിങ് പോളിസി, അല്ലേ? അതൊരു ബാങ്കിങ് പോളിസിയാണ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സോഷ്യലി എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യാനായിട്ട് ബാങ്കുകൾ ചെയ്യുന്ന ഒരു സ്കീമിനെ പറയുന്നതാണ്, അല്ലെങ്കിൽ പോളിസിയെ പറയുന്നതാണ് സോഷ്യൽ ബാങ്ക്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഇൻക്ലൂഡഡ് ഇൻ സോഷ്യൽ ബാങ്കിങ് സ്കീം? First one is lead bank scheme, second one is village adoption scheme, and third one is service area approach, and next one is differential rate of interest. Then next one is second point, the village adoption scheme. Then ഇതിലെ
സോഷ്യൽ ബാങ്കിങ്ങിലെ സെക്കൻഡ് പോയിൻ്റാണ് ഇത്, വില്ലേജ് അഡോപ്ഷൻ സ്കീം. വില്ലേജ് അഡോപ്ഷൻ സ്കീമിലെ നോക്കുക, ആസ് പെർ ദ സ്കീം ബാങ്ക്സ് അഡോപ്റ്റ് സ്പെസിഫിക് വില്ലേജസ് ആൻഡ് പ്രിപ്പയർ സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഇൻക്രീസിങ് ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻ ദാറ്റ് വില്ലേജ് and banks for necessary credit facilities to farmers for meeting their requirements. Financial assistance is also provided to small businessmen and artisans living in adopted villages. പിന്നെ സോഷ്യൽ ബാങ്കിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്ന വേറൊരു സ്കീമാണ് ഇത്, വില്ലേജ് അഡോപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് വില്ലേജ് അഡോപ്ഷൻ സ്കീം. Then its aim is strengthening the Indian economy by increasing agriculture production. What is the important aim of village adoption scheme? ഒരു ഇന്ന ബാങ്കുകൾ ഒരു വില്ലേജിനെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ദത്തെടുക്കുക അല്ലേ, അതല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന പദം. നമ്മളതിനെ ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ദെൻ വില്ലേജ് അഡോപ്ഷൻ സ്കീം പ്രകാരം തന്നെ വില്ലേജ് അഡോപ്ഷൻ സ്കീമിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു വില്ലേജ് അഡോപ്ഷൻ സ്കീമിൽ എന്ത് ചെയ്തിരിക്കണം, ഒരു വില്ലേജിലെ ഓരോ ബാങ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ ബാങ്കിങ് പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുക എന്ന് പറയുന്നതാണ്. അതാണ് വില്ലേജ് അഡോപ്ഷൻ സ്കീം ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ആസ് പെർ ദ സ്കീം ബാങ്ക്സ് അഡോപ്റ്റ് സ്പെസിഫിക് വില്ലേജസ്, പ്രിപ്പയർ സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഇൻക്രീസിങ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻ ദാറ്റ്. ദെൻ ആസ് പെർ ദ സ്കീം, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, വാട്ട് ഈസ് മെൻ ബൈ വില്ലേജ് അഡോപ്ഷൻ സ്കീം. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റനാണ് അല്ലേ. വാട്ട് ഈസ് മെൻ ബൈ വില്ലേജ് അഡോപ്ഷൻ സ്കീം? വില്ലേജ് അഡോപ്ഷൻ സ്കീം ബാങ്ക്സ് അഡോപ്റ്റ് സ്പെസിഫിക് വില്ലേജസ്, prepare specific plan for increasing agriculture production in that village, and banks give necessary credit facilities to farmers for meeting their requirement. ശരിയായിട്ടുള്ള രീതിയിൽ ആ വില്ലേജിലെ അഗ്രികൾച്ചർ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുകയും ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വില്ലേജിനെ ദത്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വില്ലേജ് അഡോപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. Then financial assistance is also provided to small businessmen and artisans and living in adopted area. മാത്രമല്ല ഈ അഗ്രികൾച്ചർ മാത്രമല്ല, പിന്നെ ആരാണ്, അഗ്രികൾച്ചർ മാത്രമല്ല, വില്ലേജ് ആർട്ടിസൻസോ അതല്ലെങ്കിൽ വില്ലേജ് ആർട്ടിസൻസോ ബിസിനസ്മാൻസോ എല്ലാവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, അവർക്ക് ആവശ്യപ്പെട്ടുള്ള ലോൺസ്. അപ്പോൾ ശരിക്കും പറയുക വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു വില്ലേജിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ആ വില്ലേജിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അത് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളവിടെ പറയുന്നത് എന്താണ്, അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യണം. അതേസമയം തന്നെ ആർട്ടിസൻസ്, ബിസിനസ്മാൻ, ആ വില്ലേജിലുള്ള അത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് വില്ലേജ് അഡോപ്ഷൻ സ്കീമിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ആസ് പെർ ദ സ്കീം ബാങ്ക്സ് അഡോപ്റ്റ് സ്പെസിഫിക് വില്ലേജസ്, പ്രിപ്പയർ സ്പെസിഫിക് പ്ലാൻസ് ഫോർ increasing agriculture production in that village, prepare specific plans for increasing agriculture production in that village, and banks give necessary credit facilities to farmers for meeting their requirements. Financial assistance is also provided to small business firm. Then with the passage of time the scheme further away. Now the State Bank of India, as largest bank, has been new initiative under the corporate social responsibility program. അതായത് CSR, ദെൻ അവിടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ ഒരു ഇന്നോവേറ്റീവ് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. കാരണം എന്താ, ഓരോ വില്ലേജുകളെയും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഏതിൻ്റെ ഭാഗമായിട്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഓരോ വില്ലേജുകളിലും ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പർപ്പസ് കൂടെ അതിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദ സ്കീം വുഡ് സീക്ക് ടു പ്രൊമോട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, SHC, self-help group, and farm clubs with the participation of non-governmental organization, NGOs, and other development agencies for the overall development of a. അങ്ങനെ എല്ലാ തരത്തിലും വില്ലേജുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആസ് എ പാർട്ട് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് ആ വില്ലേജുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ 2 സ്കീമാണ് നമ്മൾ പറഞ്ഞത് സോഷ്യൽ ബാങ്കിങ്ങിൻ്റെ. ഫസ്റ്റ് വൺ ഈസ് ലീഡ് ബാങ്ക് സ്കീം.
Second point is village adoption scheme. Village adoption scheme എന്താണ്? Take a village, adopted a village. ആണോ, ഒരു വില്ലേജ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഫോർ ദ സ്കീം ബാങ്ക്സ് അഡോപ്റ്റ് സ്പെസിഫിക് വില്ലേജ്, പ്രിപ്പയർ സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഇൻക്രീസിങ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, and production in that village, and banks give necessary credit facilities to farmers. Then third point, service area approach. Third point is service area approach. Service area approach that means service area approach is modification of the lead bank scheme started in the year 1984. Under this, specific villages are given to each commercial bank to service area. ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് അപ്രോച്ചാണ് സർവീസ് ഏരിയ അപ്രോച്ച്. ദെൻ അവിടെ സ്പെസിഫിക് വില്ലേജ് ആർ ഗിവൺ ടു എ സ്പെസിഫിക് കമേഴ്ഷ്യൽ ബാങ്ക്. ഏതെങ്കിലും ഒരു കമേഴ്ഷ്യൽ ബാങ്കിന് അവരുടെ സർവീസ് ഏരിയ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അണ്ടർ ദിസ് അപ്രോച്ച് ആനുവൽ ക്രെഡിറ്റ് പ്ലാൻസ് ആർ പ്രിപ്പയർഡ് at the level of service area branch of commercial banks and regional rural banks. കമേഴ്ഷ്യൽ ബാങ്കുകൾക്കോ റീജിയണൽ ബാങ്കുകൾക്കോ അവർ നിൽക്കുന്ന പരിധിയിൽ തന്നെയുള്ള ഒരു ഏരിയ, അത് അവരുടെ സർവീസ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് വാസ് എലിമിനേറ്റ് ദ ഡ്യൂപ്ലിക്കേഷൻ എഫേർട്ട് ആൻഡ് സ്കാറ്റേർഡ് ലെൻഡിംഗ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഈച്ച് ബ്രാഞ്ച് ഹാസ് ടു കണ്ടക്ട് സർവേ ഓഫ് ദ ഏരിയ അലോട്ടഡ് ആൻഡ് പ്രിപ്പയർ ആനുവൽ ക്രെഡിറ്റ് പ്ലാൻ. അപ്പോൾ ഈ സർവീസ് ഏരിയ അപ്രോച്ച് പ്രകാരം ആ ഏരിയയിലുള്ള ആളുകളുടെ ജീവിത നിലവാരവും അതേപോലെ തന്നെ അവിടുത്തെ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ ആ ബാങ്കുകൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനെക്കുറിച്ച് പ്ലാൻ തയ്യാറാക്കാം. Annual credit plans for the distribution of credit in that area. To coordinate these activities, a block level committee is set up under the chairmanship of the lead bank officer. Then to coordinate ഈ സർവീസ് ഏരിയ അപ്രോച്ച് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എ ബ്ലോക്ക് ലെവൽ കമ്മിറ്റി ഈസ് സെറ്റ് അപ്പ്. ഒരു ബ്ലോക്ക് ലെവൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ദ ലീഡ് ബാങ്ക് ഓഫീസർ. ലീഡ് ബാങ്ക് ഓഫീസറുടെ മേൽനോട്ടത്തിൽ അത് ചെയ്യും. 3 പോയിൻ്റായി നമ്മൾ പറയുന്നു. ഒന്ന് lead bank scheme, second one is village adoption scheme, and third point is service area approach. Then fourth one is differential rate of interest scheme. Fourth one is differential rate of interest. Differential rate of interest the government of India introduced differential rate of interest scheme in 1972. Under this scheme, public sector banks are required to extend bank credit to the weaker section of the society at a concession rate of interest. നമ്മുടെ ഡിഫറൻഷ്യൽ റേറ്റ് എന്ന് പറയുമ്പോൾ ചില വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഉദ്ദേശമെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. Under the differential rate of interest scheme, the banker are directed to Reserve Bank of India to finance at a concessional rate of interest. ഒരു കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതേഴ്സ് എൻഗേജ്ഡ് ഓൺ എ മോഡറേറ്റ് സ്കെയിൽ ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ ഒന്നുകൂടെ മോഡറേറ്റ് ചെയ്യാനുള്ള അത്ര ഇപ്പം നമ്മൾ പറയില്ലേ സംവരണം ഏർപ്പെടുത്തുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഒന്നുകൂടെ അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് പോയിന്റ് ഈസ് physically handicapped people on a modest scale. Physically handicapped people on a modest scale by offering loans for cottage and rural industries and vocations like sewing, garments making, reasonably cheap edibles, running wayside tea stalls, basket making, etc. അതായത് ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യാം. അതായത് തുണികൾ തയ്ക്കുക, ഗാർമെൻറ്റ് ഷോപ്പുകളൊക്കെ ഇടുക, പിന്നെ അതുപോലെ തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസ്, ടീ സ്റ്റാൾസ് ഇതൊക്കെ തുടങ്ങുക എന്നുള്ളത്. Then third point is people engaged in elementary processing of forest products. അതുമായി ബന്ധപ്പെട്ടുള്ള അവരെ പ്രൊമോട്ട് ചെയ്യുക. വില്ലേജ് ആർട്ടിസൻസ് ഇൻ ദ ഡിസെൻട്രലൈസ്ഡ് സെക്ടർ. Then some private banks are also participate in differential rate of interest scheme on a voluntary basis. The scheme was further broad-based in 1977. It has been stipulated that the public sector banks have to deploy 1% of their total advances to the weaker section of the society at a lower rate of 4%. These are the important schemes under the differential rate of scheme. Then fifth point is easy check processing.
മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈസി ചെക്ക് പ്രോസസ്സിങ്ങിലെ നൗ MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ MICR. Magnetic ink character checks are used with the view to speed up clearing of checks. The new system was magnetic ink character recognition technology. The code line on MICR check contains information printed in magnetic ink to enable speedy mechanical processing. Then sixth point is financial inclusion. Financial inclusion means providing financial services like payment and remittance facilities, savings, loan and insurance services at affordable cost to those who are excluded from the formal financial system. This helps the people to rural and unbanked region to get help from banks. Then that is also called as financial inclusion. അവിടെ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എല്ലാം കൂടി സംയോജിപ്പിക്കുക, ഇൻക്ലൂഡിങ് ഇൻക്ലൂഷൻ. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ മീൻസ് പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ സർവീസസ് ലൈക്ക് പേയ്മെൻറ്റ് ആൻഡ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്. ആളുകൾ എത്രമാത്രം പേയ്മെൻറ്റ് ആൻഡ് റെമിറ്റൻസ് ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുന്നുണ്ട്. അതുപോലെ സേവിങ്സ്, ലോൺസ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ്, ലോൺ സർവീസസോ ഇൻഷുറൻസ് സർവീസസോ അറ്റ് അഫോർഡബിൾ ആൻഡ് ഹു ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഫോർമൽ ഫൈനാൻഷ്യൽ സിസ്റ്റം. എത്ര പേര് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. ദെൻ അവിടെ ദിസ് ഹെൽപ്സ് പീപ്പിൾ ഇൻ റൂറൽ ആൻഡ് അൺബാങ്ക്. അപ്പോൾ തന്നെ ഇവിടെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനൊക്കെ സാധാരണ കുട്ടികൾ പ്രൊജക്റ്റൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക് ആട്ടോ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഈ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ എത്രമാത്രം, ഇപ്പം നമുക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതുമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എത്ര പേര് ശരിക്കും ബാങ്കിങ് ഹാബിറ്റുമായിട്ട് ചേർന്നിണങ്ങി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആ ട്രഡീഷണൽ രീതിയിൽ ക്യാഷ് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഇല്ല, ഓൺലൈൻ പർച്ചേസ് ഇല്ല, അല്ലെങ്കിൽ തന്നെ മൊബൈൽ ബാങ്കിങ് ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഫോൾട്ടുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മളവിടെ എന്ത് ചെയ്യണം, എത്രത്തിലത് മാനേജ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ മീൻസ് പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ സർവീസസ് ലൈക്ക് പേയ്മെൻറ്റ് ആൻഡ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്, സേവിങ്സ്, ലോൺസ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ് അറ്റ് അഫോർഡബിൾ cost to those who are excluded from the formal financial system. This helps people in rural and unbanked region to get help from the banks. Then last point is no frills account, that is zero balance account. No frills account. Now RBI has advised the banks to allow people to open no frills account, that is account with nil balance or very low minimum balance. ഒട്ടും ബാലൻസ് ഇല്ലാതെ തന്നെയോ അല്ലെങ്കിൽ മിനിമം ബാലൻസോട് കൂടിയിട്ട് തന്നെ അക്കൗണ്ട് നിലനിർത്താനായിട്ട് RBI പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ് ഇത് നോ ഫ്രിൽ അക്കൗണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മളൊക്കെ സാധാരണ കുട്ടികളൊക്കെ ചെയ്യുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്, നോ ഫ്രിൽ അക്കൗണ്ട് എന്നുള്ള പേരിലാണ്. ഈ നോ ഫ്രിൽ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ ബാങ്കുകൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതിൽ അക്കൗണ്ട് ബാലൻസ് വെക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നോ ഫ്രിൽസ് അക്കൗണ്ട് പ്രകാരം തന്നെ അക്കൗണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് വൺ ഓഫ് ദി എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് ഒരു ബാങ്കിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നോ ഫ്രിൽസ് അക്കൗണ്ടൊക്കെ ആരംഭിക്കുന്നത്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഏതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക്, അതിലേക്ക് നമുക്ക് കിടക്കാം. ദെൻ വാട്ട് ഈസ് മെൻ ബൈ എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. ഓർക്കുണ്ടോ, emerging trends in banking, that is innovations in the field of banking sector is called as emerging trends in banking. Innovations, innovative ideas, innovative techniques are applied in banking areas are also called as emerging trends in banking. അപ്പോൾ ഈ ബാങ്കിങ് ഫീൽഡിൽ ഇത്രമാത്രം ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ എമർജിങ് ട്രെൻഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്ത്, സോഷ്യൽ ബാങ്കിങ്, ഹൈടെക് ബാങ്കിങ്, offshore banking ombudsman scheme, then next one is capital adequacy norms, prudential norms of asset classification. These are the different techniques and innovative banking or emerging trends in banking. അപ്പോൾ അത് പഠിച്ചു. അതിൽ നമുക്ക് ചോദിക്കാവുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ബാങ്കിങ്. സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പോളിസി അഡോപ്റ്റഡ് ബൈ ദ ബാങ്ക്സ് to meet the socio-economic obligation of the society, socio-economic obligation of a country.
നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ചില ബാങ്കിങ് ഹാബിറ്റുകളെയാണ് നമ്മൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സുകളെയാണ് നമ്മൾ എന്താ പറയുക സോഷ്യൽ ബാങ്കിങ് എന്ന് പറയാം. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് അതിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക, ഇതൊക്കെയാണ് സോഷ്യോ എക്കണോമിക്കിൽ പറയുന്നത്. അല്ലെങ്കിൽ ടു റിഡ്യൂസ് ദ റീജിയണൽ ഡിസ്പാരിറ്റീസ്, അല്ലെങ്കിൽ ഇക്വാലിറ്റി, രണ്ട് ഭാഗത്തും റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ഒരു ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോഷ്യൽ ബാങ്കിങ്ങിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന 4 സ്കീമുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ഏതൊക്കെയാണ് 4 സ്കീമുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന 4 സ്കീമുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ദ ലീഡ് ബാങ്ക് സ്കീം, സെക്കൻഡ് വൺ ഈസ് വില്ലേജ് അഡോപ്ഷൻ സ്കീം, തേർഡ് വൺ ഈസ് സർവീസ് ഏരിയ അപ്രോച്ച്, ഫോർത്ത് വൺ ഈസ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം. അതുകൂടാതെ തന്നെ പിന്നെ പറയുന്നത് ഈസി ചെക്ക് പ്രോസസ്സിംഗ്, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഓൾസോ നോ ഫ്രിൽ അക്കൗണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് മെൻ ബൈ ലീഡ് ബാങ്ക് സ്കീം. ലീഡ് ബാങ്ക് സ്കീമിൽ RBI അല്ലെങ്കിൽ ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI in the period of 1969. Lead bank scheme is a scheme that aims at providing adequate finance credit in rural areas through a service area approach with one bank assigned for one area. ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് കാര്യങ്ങളെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു ലീഡറെ അപ്പോയിൻ്റ് ചെയ്യുന്ന സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, അതായത് 1969 തന്നെ നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്? RBI ലീഡ് ബാങ്ക് സ്കീം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലും അവിടുത്തെ ബാങ്കിങ് ഹാബിറ്റ് പഠിക്കാനും അവിടെ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ആയിട്ട് നമ്മൾ ആ ലീഡ് ബാങ്കറെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ലീഡ് ബാങ്കർ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, eradication of unemployment or underemployment, then appreciable rise in living standard, then next one is provision of some basic needs of the people who belongs to a poor section of the society. These are the important objectives of lead bank scheme. അപ്പോൾ നിങ്ങൾ അവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടെസ്റ്റ് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം, ഓർ വാട്ട് ഈസ് മെൻ ബൈ ലീഡ് ബാങ്ക് സ്കീം, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം, അത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് വാട്ട് ഈസ് മെൻ ബൈ വില്ലേജ് അഡോപ്ഷൻ സ്കീം, അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ DRI ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇങ്ങനെയൊക്കെ 2 മാർക്കിൻ്റെ ചോദിക്കാം. അല്ലെങ്കിൽ സർവീസ് ഏരിയ അപ്രോച്ച്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് SAA, എക്സ്പാൻഡ് SAA, സർവീസ് ഏരിയ അപ്രോച്ച്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അവിടെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ലീഡ് ബാങ്ക് സ്കീം തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കാം, അതേസമയം തന്നെ അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കാം. അവിടെ പൊട്ടൻഷ്യൽ ഫോർ ബാങ്കിങ് ഡെവലപ്മെൻറ്റ്, അനലൈസ് ദ അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടു സർവേ ദി നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ യൂണിറ്റ്സ്, ടു റിക്രൂട്ട് ആൻഡ് ട്രെയിൻ നെസസറി പേഴ്സണൽ ഫോർ ഗൈഡൻസ് ഓഫ് സ്മോൾ ബോറോവേഴ്സ്, to maintain the contact and liaison with the government and quasi-government agencies, to find out banking facilities for deposit mobilization and credit extension, to help the district consultative committee to solve any problem they face. These are the important functions of lead bank scheme. വില്ലേജ് അഡോപ്ഷൻ സ്കീമിൽ എന്താ പറഞ്ഞിരിക്കണേ? ബാങ്ക് അഡോപ്റ്റ് എ സ്പെസിഫിക് വില്ലേജ്, പ്രിപ്പയർ സ്പെസിഫിക് പ്ലാൻസ് for increasing agriculture production in that village. Requirement financial assistance is also provided to small businessmen and artisans in living adopted village. Then last service area approach il endha parnirikkunne SAA. Then service area approach il under this specific villages are given to each commercial bank as service area. Then adu clear aanu. Differential rate of interest adum paranju kaynu. Different types of credit are allowed to the different sectors at a differential rate of at the scheme of differential. പല തരത്തിൽ 7%, 8%, 10% ഇങ്ങനെ പല തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യാണ്, ലോൺസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈസി ചെക്ക് പ്രോസസ്സിങ്, മാഗ്നറ്റിക് വിത്ത് യൂസിങ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ, ദറ്റ് ഈസ് MICR. ദെൻ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നോ ഫ്രിൽ അക്കൗണ്ട് ദറ്റ് ഈസ് 0 ബാലൻസ് അക്കൗണ്ട് അല്ലേ.
നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് ഓർ മിനിമം ബാലൻസ് അക്കൗണ്ട്. ദറ്റ് ഈസ് അഡ്വൈസ്ഡ് ബൈ ദ RBI ടു അലോ പീപ്പിൾ ടു ഓപ്പൺ എ നോ ഫ്രിൽ അക്കൗണ്ട്. ദറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് നിൽ ബാലൻസ് ഓർ വെരി ലോ മിനിമം ബാലൻസ്. നോക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. വാട്ട് ഈസ് മീൻ ബൈ സോഷ്യൽ ബാങ്കിങ് അല്ലേ, എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. ഇതിലൊരു 4 പോയിന്റ് പഠിക്കാനുണ്ട്. അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ലീഡ് ബാങ്ക് സ്കീം പഠിക്കുക, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വില്ലേജ് അഡോപ്ഷൻ സ്കീം പഠിക്കുക, അതേപോലെ തന്നെ ലീഡ് ബാങ്ക് സ്കീമും ചോദിക്കാം. അപ്പോൾ അതൊന്നുകൂടെ പഠിക്കുക. അതിൻ്റെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഹൈടെക് ബാങ്കിങ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് വായിക്കാം. ഓക്കെ, താങ്ക് യു ആൾ.